എമ്പുരാൻ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മണിക്കുട്ടൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എല്ലാവരും വിചാരിച്ച പോലെ തന്നെയുള്ള വിചാരിക്കും ലൂസിഫറിൽ മണിക്കുട്ടനില്ല, പക്ഷേ എമ്പുരാനിൽ മണിക്കുട്ടനുണ്ട്. ലൂസിഫറിൽ മണിക്കുട്ടന്റെ പ്രസൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ജി മേനോൻ. നമ്മൾ ഇതിനു മുമ്പ് അനീഷ് ജി മേനോന്റെ ക്യാരക്ടർ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പൊ അനീഷ് ജി മേനോന്റെ സൗണ്ടാണ് മണിക്കുട്ടൻ, അല്ലെ, സൗണ്ടായിട്ടാണ് മണിക്കുട്ടൻ ലൂസിഫറിൽ പ്രത്യക്ഷപ്പെട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നുണ്ട് പൃഥ്വിരാജ് കഴിഞ്ഞ സിനിമയിൽ ലൂസിഫറിൽ അനീഷ് മേനോന് വേണ്ടി മണിക്കുട്ടൻ ഡബ് ചെയ്തപ്പോൾ പൃഥ്വിരാജ് ഒരു വാഗ്ദാനം കൊടുത്തു. നെക്സ്റ്റ് ഞാൻ സൂണായിട്ട് എമ്പുരാൻ ആരംഭിക്കുമ്പോൾ നിനക്ക് തിരക്കേടില്ലാത്തൊരു വേഷം തന്നെ ഞാൻ അതിൽ കരുതി വെച്ചിട്ടുണ്ടാവും. ആ ഒരു വാക്ക് പാലിക്കൽ കൂടിയാണ് ആ ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം കൂടി ചേരുന്നുണ്ട് അതിൽ. മണിക്കുട്ടൻ എന്ന് പറയുന്ന നടൻ, മണിക്കുട്ടൻ എന്ന് പറയുന്ന അതേ നെയിമിൽ തന്നെയാണ്, ക്യാരക്ടർ നെയിമിൽ തന്നെയാണ് നമുക്ക് എമ്പുരാനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ലൂസിഫറിൽ മണിക്കുട്ടനെ ത്രൂ ഔട്ട് കണ്ടിട്ടും ലൂസിഫറിൽ നമ്മൾ മണിക്കുട്ടൻ എന്നുള്ള ക്യാരക്ടറിനെ എവിടെയും കാണാൻ സാധിച്ചില്ല. പിന്നീട് ഒന്നും കൂടി നോക്കിയപ്പോഴാണ് നമ്മൾ മണിക്കുട്ടനാണ് അനീഷ് ടി മേനോന് ഡബ് ചെയ്തെന്നുള്ളത് തിരിച്ചറിഞ്ഞത്. കാരണം ആ ഒരു വോയിസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നത്. തിരുവനന്തപുരം ഭാഷയൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൽ കൈകാര്യം ചെയ്യാൻ മണിക്കുട്ടൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മണിക്കുട്ടനെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന പടത്തിലൂടെയായിരുന്നു ഫസ്റ്റ് വന്നത്. പിന്നീട് മണിക്കുട്ടനെ ലാലേട്ടന്റെ പടത്തിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു കോമ്പിനേഷനാണ് ചോട്ട മുംബൈയില് ലാലേട്ടന്റെ കൂടെ ജാങ്ങില് സൈനു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത്. അതിൽ തന്നെ നമുക്ക് അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് മനസ്സിലായി. അതുപോലെ നമ്മളിപ്പോ ഈ മണിക്കൂറിനെ ഈ പടത്തിൽ എമ്പുരാനിലെ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ, ടീസർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സീനിൽ മണിക്കൂറിനെ കാണാൻ പറ്റും. ഈ ക്യാരക്ടർ പോസ്റ്റർ ഇറങ്ങിയപ്പോഴാണെങ്കിലും ആ ടീസറിലാണെങ്കിലും മണിക്കൂട്ടൻ അങ്ങനെ ഒരു എന്തോ ഒരു അത്ഭുതം കണ്ടാവില്ല. അതായത് നമുക്കൊരു ഉദാഹരണം പറഞ്ഞെങ്കിൽ ലൂസിഫറിൽ മറ്റേ ഷാജോൻ വന്നിട്ട് ലാലേന്റെ ആ ട്രാൻസ്ഫോർമേഷൻ, സ്റ്റീഫൻ നെടുമ്പുള്ള ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു വ്യൂ ആയിരുന്നു ഇതിൽ മണിക്കൂട്ടിന്റെ ഒരു പോസ്റ്ററിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ എന്തോ ഒരു ഗംഭീരമായിട്ടുള്ള സംഭവം എമ്പുരാനിൽ വരുന്നുണ്ട്, അതിന് മണിക്കൂട്ടൻ ഒരു സാക്ഷിയാണ് എന്നുള്ളത് നമുക്ക് ടീച്ചറിൽ നിന്ന് നല്ല വ്യക്തമാണ്. അപ്പൊ അത്രയും ഒരു സംഭവം സീനിന് സാക്ഷിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റീഫന്റെ കൂടെ ഉള്ള ഒരു ശക്തമായൊരു ക്യാരക്ടർ എന്തായാലും മണിക്കൂട്ടനും ഈ എമ്പുരാൻ എന്നുള്ള ഫിലിമിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതെന്താണെന്നുള്ളത് സസ്പെൻസ് ആണ്, നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു സംഭവം തന്നെയാണ്.